യേശു തൻ്റെ മുമ്പിലിരുന്ന ശിഷ്യന്മാരെ ഒരു ഗ്രേഡും കൂടി കൂട്ടി അവരോട് സംസാരിക്കുകയാണ്. അത്രയും കാലത്തെ റിലേഷൻഷിപ്പിന് ഒരു മാറ്റം സംഭവിക്കുകയാണ്. യേശു പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിക്കും. അതായത് ഒരു ഹാർട്ട് ടു ഹാർട്ട് റിലേഷൻഷിപ്പാണത്. ഇത്രയും കാലം നിങ്ങൾ എന്നെ അല്പം താഴെയാണ്, ഇനി മുതൽ നിങ്ങൾ എൻ്റെ കൂടെയാണ്. ഇത്രയും കാലം നിങ്ങൾ എന്നിൽ നിന്ന് ഒത്തിരി അകലെയാണ്, ഇനി നിങ്ങളെൻ്റെ അടുത്താണ്, ഇനി നമ്മൾ ഫ്രണ്ട്സാണ്. ഒരു പുതിയൊരു ഗ്രേഡാണ്, പുതിയൊരു ഉയർച്ചയാണ് അവർക്ക്. അവരിങ്ങനെയൊന്നും ആയിരുന്നില്ല. അവർ ഇതിനു മുമ്പൊക്കെ ക്രിസ്തുവിനെ വളരെ ഭയഭക്തിയോടെ ഗുരു എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് ഭയന്ന് അകന്ന് സംസാരിച്ചിടത്ത് ഇനി നമ്മുടെ റിലേഷൻഷിപ്പ് അങ്ങനെ ആകരുത്. വി ആർ ഫ്രണ്ട്സ്, നമ്മൾ കൂട്ടുകാരാണ്, ഇനി നമുക്കത് മതി. ഇത് യേശു പറയുന്ന ലാസ്റ്റ് മൊമെൻറ്റിലാണ്, മരണത്തോടടുത്ത് നിൽക്കുന്ന സമയത്താണ് യേശു അവരോട് പറയുന്നത്. അവർക്ക് എങ്ങനെയൊരു ഇമോഷൻസ് ആയിരിക്കും. ഇത് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് അവർ യേശുവിനോട്ട് പോകുന്നത്. പക്ഷേ യേശു വളരെ മനോഹരമായിട്ടത് പറഞ്ഞു, നിങ്ങളെൻ്റെ സ്നേഹിതന്മാരാണ്. യേശു അവരെ വിട്ട് പോകും എന്നറിഞ്ഞ സമയത്താണ് യേശു ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മളൊക്കെ കൂടെ നിൽക്കുന്ന മനുഷ്യർ ചിലപ്പോൾ ചതിക്കുമെന്നറിയുമ്പോൾ, ഒറ്റിക്കൊടുക്കുമെന്നറിയുമ്പോൾ, നമ്മളെ തള്ളിപ്പറയുമെന്നറിയുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് കുതറി മാറി പോകാൻ ആഗ്രഹിക്കും. നമ്മൾ അവരോട് ചെയ്ത സ്നേഹത്തിൻ്റെ കണക്കുകൾ എണ്ണി പറയും. പക്ഷേ എണ്ണിപ്പറഞ്ഞ് അവർ നമ്മൾ ഒത്തിരി അകലെ പോകുമ്പോൾ ക്രിസ്തു അവരെ അകലാനല്ല ആഗ്രഹിച്ചത്, ചേർത്ത് പിടിക്കാനാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങളെൻ്റെ സ്നേഹിതന്മാരാണ്, നിങ്ങൾ എൻ്റെയാണ്. നിങ്ങളെന്നെ എത്ര വേദനിപ്പിച്ചാലും നിങ്ങളെ ഞാൻ തലകുനിയാൻ വിടില്ല. ഇപ്പോൾ നിങ്ങളെൻ്റെ ഹൃദയത്തിലാണ് ഇടം. ഇത്രയും കാലം അടുത്താണ്, നിങ്ങളെൻ്റെ അകത്തല്ലായിരുന്നു. ഇനി മുതൽ നിങ്ങൾക്കെൻ്റെ അകത്താണ് സ്ഥാനം. ഇതാണ് യേശുവിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ, ഫ്രണ്ട്ഷിപ്പിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. ഒരാൾ എത്ര അകന്നാലും വീണ്ടും വീണ്ടും പിന്നാലെ നടന്ന് സ്നേഹിക്കുന്ന ഒരു സീറോ ഈഗോ ഉള്ളൊരു ദൈവം. അങ്ങനൊരു ദൈവം നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു പ്രത്യാശ. സീറോ ഈഗോ റിലേഷൻഷിപ്പിൽ കാണിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? വെറും ഒരു ഫ്രണ്ട്ഷിപ്പിൽ പോലും കൂടെ നിൽക്കുന്ന ആൾ കുറവുള്ള ആളാണെന്ന് അറിഞ്ഞിട്ട് പോലും തലകുനിയാൻ അനുവദിക്കാതിരിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ഈ സുവിശേഷഭാഗം ക്രിസ്തു പറയുന്ന മുഴുവൻ സ്നേഹത്തിൻ്റെയും കഥ നിങ്ങൾ ജീവിക്കുന്നു എന്നാണ് അർത്ഥം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.